വായിച്ചാടി എന്ന് ഇല്ല എന്ത് ഇന്നിപ്പോ ഗുസ്തി താരം ഉണ്ടല്ലോ വിനേഷ് ഫോഗട്ട് അവർ ഒളിമ്പിക്സിലെ അയോഗ്യത പ്രഖ്യാപിച്ചു. വിനീഷ് പോകട്ടെന്നാ? വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സിൽ അയോഗ്യത. എങ്ങോട്ട് പോകട്ടെന്ന്? പോകട്ടെന്നല്ല, ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു. അയ്യോ, 100 ഗ്രാം കൂടി പോയതിനാ? അതെ 100 ഗ്രാം വെറും ഒരു 100 ഗ്രാം കൂടി പോണേതുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അയ്യോ, മനസ്സിലായ ഞാനൊക്കെ എന്നോ ശ്രമിക്കണം, കുറയാനുമില്ല. ഇന്ത്യയുടെ ഒരു കണ്ടോ ഇന്ത്യയുടെ ഒരു അഭിമാനം. തടിയുള്ളവന്റെ പാട് കണ്ടോ? ഇതെങ്ങനെ കുറയും? ഇതെങ്ങനെ കുറയും? അത് നിങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ചിന്തിക്കാം. ചിന്തിക്കാനൊന്നുമില്ല. ചെറിയ വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരീരം ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വ്യായാമമാണ് അടിസ്ഥാന വ്യായാമമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അച്ഛാ? അതിന് ചില സൂക്ഷ്മ വ്യായാമങ്ങളുണ്ട്. ആ വ്യായാമങ്ങളെല്ലാം എനിക്കിപ്പോ ഈ വ്യായാമം അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ ശരീരമൊക്കെ ശരിയാകും. വ്യായാമം ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ചെറിയ യോഗാസനങ്ങൾ ചെയ്യുക. യോഗാസനങ്ങളൊക്കെ എനിക്ക് ഒരെണ്ണം അറിയാം, ബ്രീത്തിങ് തന്നെ പലതരമുണ്ട്. പ്രാണായാമം പഠിക്കണം. അത് ഇന്ന് എനിക്ക് യോഗ പഠിപ്പിച്ചു തരുമോ? അതിനെന്താ മാറ്റി വിരിക്കാതെ മാറ്റ് യോഗ മാറ്റി വിരിക്കാനാ പറഞ്ഞത്. ഞാൻ വിരിക്കണം. മടങ്ങിയിരിക്കുന്ന ഭാഗം തിരിച്ച് മടക്കിയിട്ട് ഇരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് തന്നെ മൂന്ന് കിടക്കും. തിരിച്ചു മടക്കാം അല്ലേ? തിരിച്ചു മടക്കും. രണ്ട് സൈഡും തിരിച്ചു മടക്കി കഴിഞ്ഞാൽ മൂന്ന് കിടക്കും. ഇല്ലെങ്കിൽ പണ്ട് പിന്നെ കിടന്നിട്ട് ആദ്യമേ കയറി കിടന്നിട്ട് ചെയ്യാനുള്ളതൊന്നുമല്ല. സൂക്ഷ്മ വ്യായാമം ചെയ്യണം. സൂക്ഷ്മ വ്യായാമം. താഴെ കിടന്നാ നീ പൊന്തുവോ? അതാണ് എന്റെയും പേടിയമ്മ. ഇത് ചെയ്യാനെന്ത്? ഏതായാലും ഒന്ന് ശ്രമിക്കും അച്ഛനല്ലേ. അതായത് വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ശരീരത്തിന്റെ പുറം മാത്രം സംരക്ഷിക്കുക എന്നുള്ളതല്ല. ശരീരത്തിന്റെ പുറം മാത്രം സംരക്ഷിക്കുക എന്നല്ല, ഉള്ളും കൂടെ. ശരീരത്തിന്റെ ഉൾഭാഗം കൂടെ ചലനം ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. അതിനടിസ്ഥാനം എന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ പുറം കിട്ടുന്ന വ്യായാമം പോലെ തന്നെ ഉള്ളിലും വ്യായാമം കിട്ടണം. അതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉള്ളിൽ എങ്ങനെ വ്യായാമം കിട്ടുക? അപ്പൊ ആദ്യം പുറമേ മാത്രമേ വ്യായാമം കിട്ടുകയുള്ളൂ. അതിനാണ് പിന്നെ ശരീരത്തിനകത്ത് വായുവിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതാണ് യോഗ. ഉൾച്ചലനം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ള ചലനമാണോ? അതെ, ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ഉൾക്കയിലെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് ഉൾക്ക ഭൂമിയിലേക്ക് പൊട്ടി വരുന്നത് പോലെ. ഉൾച്ചലനം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ചലനമല്ലേ? ഉള്ളിൽ നിന്ന് ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. ആ അവയവങ്ങൾക്കെല്ലാം ചലനം കൊടുക്കുക. അതന്നെ ഞാനും പറഞ്ഞത്. അതെ, സർക്കുലേഷൻ കൂട്ടുക, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക, ഇതൊക്കെയാണ് അടിസ്ഥാനം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൂക്ഷ്മ വ്യായാമം. തല മുതൽ പാദം വരെ ഉള്ള ശരീരഭാഗങ്ങൾ ചലിപ്പിക്കുക. അത് ചെയ്യൂ. തല ചലിപ്പിക്കാം, കഴുത്ത് ചലിപ്പിക്കാം, കൈ ചലിപ്പിക്കാം, ഇടുപ്പ്, കാൽമുട്ട്, കാൽപാദം ഇത്രയും ചലിപ്പിക്കുക. അച്ഛൻ പറഞ്ഞ അത്രയും ചലിപ്പിക്കടാ. കാൽമുട്ട്, കാൽപാദം, ഇത് ഓരോന്നായിട്ട് പറഞ്ഞാലേ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം ഇടുപ്പ്. അതാണ് അച്ഛൻ പറഞ്ഞത്. ഇടുപ്പ് എങ്ങനെ ചലിപ്പിക്കും? തല മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കോ. അവന് ഇടുപ്പൊന്നും കാണുന്നില്ല. അല്ല, തല മുതൽ തുടങ്ങിക്കോട്ടെ. തല മുതൽ ഇടുപ്പ് ചലിച്ചോളും. തലയാട് പാമ്പോ തലയാടോ. ഈ തടി കുറഞ്ഞാലേ രക്ഷയുള്ളൂ. ശരീരം അച്ഛൻ പിന്നെയും തുടങ്ങി. അത് തുടങ്ങാതിരിക്കാൻ എടുക്കുമോ? മനുഷ്യനായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ശരീരം കറക്റ്റ് ആവണം. അതിന് ഞാൻ ചെറിയ വിദ്യകൾ കാണിച്ചു തരാം. അപ്പോൾ അത് യോഗയും നമുക്കറിയാമല്ലോ. യോഗ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. പ്രാണായാമമുണ്ട്, അതുപോലെ തന്നെ പിന്നെ സൂര്യ നമസ്കാരം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു
10-15 പ്രാവശ്യമെങ്കിലും സൂര്യ നമസ്കാരം ചെയ്ത് കഴിഞ്ഞാൽ ഈ വയറും തടിയൊക്കെ കുറേ കുറയും. അതാണ് അടിസ്ഥാനം. ഞാൻ ഒന്ന് കാണിച്ചു തരാം, നീ അതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ഇത് യോഗ മാറ്റിൽ കയറി നിന്നോളൂ, അറിയാം. പിന്നെ അതനുസരിച്ച് ചെയ്താൽ മതി. അല്ല, യോഗ മാറ്റിൽ അച്ഛൻ കയറി നിന്നോളൂ. ശരി, എനിക്ക് പിന്നെ ശരി, ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത് നോക്കി കണ്ട് അടുത്തത് നീ കാണിച്ച് ചെയ്യണം. ഓക്കെ, ആദ്യം സൂര്യനെ നമസ്കരിക്കുക. ചെയ്യുന്നവരെ ചെയ്യാൻ ശ്രമിക്കുക, നിന്നെ കൊണ്ട് പറ്റുമെന്ന് നോക്കുക. ആദ്യം സൂര്യനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ട്, ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. പക്ഷേ ആദ്യമേ ഈ പേരുകളൊന്നും നീ മനസ്സിലാക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ഒന്നും കാണിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് തിരിച്ച് വന്നിട്ട് അതേ രീതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് താഴോട്ട് വരുമ്പോൾ വിട്ടുകൊണ്ട് വന്ന് കാൽപാദത്തിലേക്ക് എത്തിക്കുക. അവിടെ വന്നിട്ട് ഇടത്തെ കാല് പുറകോട്ട് വലിക്കുക. ശ്വാസം എടുത്തുകൊണ്ട്, അത് കഴിഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ വിട്ടുകൊണ്ട് കാല് നോട്ടാക്കുക. അപ്പോൾ രണ്ട് കാലും. എന്നിട്ട് കാൽമുട്ടി ഇരുന്നുകൊണ്ട് നമസ്കരിക്കുക. എന്നിട്ട് മൊത്തം ശരീരം നീട്ടി വെച്ച് നമസ്കരിക്കുക. എന്നിട്ട് കൈകൾ കുത്തി തല ഉയർത്തി പൊങ്ങി ശരീരത്തിനെ സ്ട്രെയിറ്റ് ആക്കുക. എന്നിട്ട് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് വരിക. പഴയതുപോലെ കാൽ മുന്നോട്ട് വരിക, തിരിച്ചതുപോലെ മുന്നോട്ട് വരിക. അത് കഴിഞ്ഞ് കൈകൾ പൊക്കി കാൽ മടങ്ങാതെ പൊക്കി പിന്നോട്ട് പോയി തിരിച്ച് വന്നിട്ട് സൂര്യ നമസ്കാരം. ഇത് 13 ആസനങ്ങൾ ചേർന്നതാണിത്. ഇത് ദിവസവും ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ശരീരത്തിൻ്റെ ഭാരമെല്ലാം കുറഞ്ഞ് സ്ലിമ്മായി നല്ല ആരോഗ്യവാനായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താ എണീക്കാത്തത്? അടുത്ത സ്റ്റെപ്പ് ചെയ്യൂ. ഹിരൺമയേന പാത്രേണ സത്യസ്യ പിഹിതം മുഖം സത്വം സത്യം ഭൂഷൺ അപാവ്രണോ സത്യധർമായ ദിഷ്ഠയേ. ഓം ഹ്രൂം ഗുരവായ നമഃ. ഗുരുവേ ഓം ചന്ദ്രായ നമഃ. കൈ കുത്തി എണീക്കാൻ നോക്കൂ. വരട്ടെ വരട്ടെ, പൊങ്ങട്ടെ. എന്നിട്ട് കാലിൽ കുത്തി നിന്നുകൊണ്ട് ഒരു കാലും നീ പൊസിഷനെല്ലാം നശിപ്പിച്ചു. അച്ഛ ഒരു കൈ തരുമോ? ശരി, ഈ സ്ഥിതിയായോ? ശരി, അപ്പോൾ ഇനി ചെയ്യേണ്ടത് സൂക്ഷ്മവ്യായാമം ചെയ്ത് കാലും കൈയും ഒക്കെ ഫ്ലെക്സിബിൾ ആക്കണം. എന്നിട്ട് വേണം ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു യോഗ ചെയ്യും. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമോ? യോഗയും ചെയ്യൂ. അത് ചെയ്തു തുടങ്ങിയ ശേഷമേ അടുത്ത യോഗയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അച്ഛൻ, നമുക്ക് പുകയിലെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓ, ആയിക്കോട്ടെ. പുകയിലെ പറ്റി നിനക്ക് എന്തൊക്കെ അറിയാം? പുക ഉള്ള ഒരു ഇല, അതാണ് പുകയില. അത് കൊള്ളാം. പുക വലിക്കുമ്പോൾ പുക വരുന്നതുകൊണ്ടാണ് പുകയില പേരല്ലേ? അതെ അതെ അതെ. അപ്പൊ പുകയില ഒരു ഇല. പണ്ട് ആർക്കമിഡീസ് ചുണ്ടത്ത് ഇല വെച്ചു, എന്നിട്ട് തീപ്പെട്ടി കൊണ്ട് ഉരച്ച് കത്തിച്ചു. അപ്പോഴാണ് പുക ഇങ്ങനെ വരുന്നു. അങ്ങനെ ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ ഉണ്ടായത് അങ്ങനെയാണ്. അത് കൊള്ളാം. അതാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? അത് ശരീരത്തിന് ഹാനികരമാണെന്ന് നിനക്കറിയോ? അതറിയാം. നമ്മളാരും പുക വലിക്കാൻ പാടില്ല. അച്ഛനും വലിക്കരുത്, അമ്മയും വലിക്കരുത്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടുകാരെ നിങ്ങളും വലിക്കരുത്. ഇപ്പൊ നിനക്ക് വലിക്കാമോ? എനിക്ക് വലിക്കാം. അത് കൊള്ളാലോ. ഞാനാണല്ലോ ഇത് കണ്ടെത്തിയത്. ആർക്കമിഡീസ് ഞാനാണല്ലോ ഫസ്റ്റാ. അമ്മേ,
ഈ പുകയില കണ്ടെത്തിയ ആർക്കമിഡീസ് ആരാണ്? ആർക്കമിഡീസ് പ്രിൻസിപ്പൽ ആരാണ് അമ്മേ? എന്താ നീ പഠിച്ചിട്ടുണ്ടോ ഇപ്പൊ? മദ്യപാനത്തിനേക്കാളും കുട്ടികൾ വരെ പുകയില ഉപയോഗിച്ച് നശിച്ചു പോകുന്ന കാലഘട്ടമാണ്. മദ്യപാനത്തിനേക്കാളും വലിയ ആപത്താണ് പുകയില, ഉപയോഗിക്കുന്നത്, പുക വലിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയൊക്കെ അറിയാമോ? എന്തെല്ലാം രോഗങ്ങളാണ്? ക്യാൻസറസ് ഡിസീസസ് കോസ്ഡ് ബൈ ടുബാക്കോ. അതൊക്കെ അറിയാം അല്ലേ? അപ്പോൾ അതൊന്നും ആരോഗ്യ സംരക്ഷണം എന്ന ജീവിതത്തിന് അത്യാവശ്യമാണ്. ഭാവി ജീവിതത്തിൽ ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും, രോഗങ്ങളും മറ്റുമൊക്കെ വരും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി പിന്നെ ഡയറ്റിങ് ചെയ്യണം. അപ്പോൾ ആഹാര സാധനങ്ങൾ നിയന്ത്രിക്കണം, മനസ്സിലായോ? അതാദ്യം ചെയ്യുക. അതോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യുക. ആ എക്സസൈസ് കഴിഞ്ഞിട്ടാണ് യോഗയും പിന്നെ ആന്തരിക അവയവങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ പരിശ്രമിക്കേണ്ടത്. ഇങ്ങനെ കാണുമ്പോൾ വായി ഇങ്ങനെ തുറന്ന് കളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡയറ്റ് എക്സസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ലഘൂകരണമാണ് വേണ്ടത്. നീ എന്തൊക്കെയാണ് ആഹാരം കഴിക്കുന്നത്? നോക്കു വെച്ചാൽ എൻ്റെ വയറ് കുറഞ്ഞു. അത് മനസ്സിലായി, കുറഞ്ഞിരിക്കുന്നത്. നീ എന്തൊക്കെയാണ് ആഹാരം? നിൻ്റെ മെനു എന്താണ്? എൻ്റെ മനുവിനെ പറ്റി പറയുകയാണെങ്കിൽ, മനു അല്ല മെനു. മെനു എൻ്റെ മെനുവിനെ പറ്റി ഞാൻ എൻ്റെ പട്ടിയുടെ മെനുവിനെ പറ്റി തന്നെ ഞാൻ ഇവിടെ നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ എൻ്റെ മെനുവിനെ പറ്റി പറഞ്ഞു തരണോ അച്ഛന്? അത് കൊള്ളാം. നിനക്ക് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്, ആഹാരം ക്രമീകരണം ഇല്ലാത്തതുകൊണ്ടാണ്. അടിസ്ഥാനം ശരിയായ രീതിയിലുള്ള ഭക്ഷണം, ശരിയായ വ്യായാമം, ശരിയായ ഉറക്കം, ഇതൊക്കെയാണ് അടിസ്ഥാനം. ഉറക്കം, നല്ല ഉറക്കം. എനിക്ക് അച്ഛൻ പറഞ്ഞപ്പോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഉറക്കം മാത്രം വന്നാൽ പോരാ, അമിതമായ ഭക്ഷണം ശരീരത്തിന്. ഞാൻ ഇന്ന് കപ്പയും മുട്ടയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. കപ്പ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ചോറുള്ളത് പോലെ ഒരിക്കലും ചോറ് കഴിച്ചില്ല. ചോറും കുറയ്ക്കണം. അത് ഉച്ചക്കല്ലേ? ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറ് തന്നെ ലഘൂകരിക്കണം. ഒരു പിടി ചോറ്, ഒരു പിടി വേണ്ട, 2 സ്പൂൺ കഴിച്ചാൽ മതി ചോറ്. 2 സ്പൂൺ. പച്ചക്കറി കഴിക്കണം ധാരാളമായിട്ട്. പിന്നെ വെള്ളം കുടിക്കണം, ജീരക വെള്ളം രാവിലെ. പിന്നെ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാം, അങ്ങനെയൊക്കെയാണ്. പച്ചക്കറികളും കഴിക്കണം. നമ്മുടെ സംസാരത്തിന് പകരം നീ ഒരു പാട്ടിട്ടാ മതി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാ ഒരു സംഗീതം പുറകെ ഇടുക. നമ്മുടെ ഭാഷയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പുത്തരി അല്ലെങ്കിൽ പിന്നെ ഏത് സംഗീതം മ്യൂസിക് പറ. ാണെന്നാലും അത് മ്യൂസിക്കൽ കൊണ്ടാൽ മുറിഞ്ഞു പോകും. അത് മ്യൂസിക്കൽ. ാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോകും. മ്യൂസിക് പറയേ, ഏതാ മ്യൂസിക് ഇടണ്ടേ? സാരിക സാരിക സോ സാരി സനിഗമ എന്നുള്ള മ്യൂസിക് ഇടണം. കോപ്പിറൈറ്റ് ആരും? കോപ്പിറൈറ്റ് ഒന്നും നീ നോക്കണ്ട. നീ മ്യൂസിക് ഇട്ടാ മതി. അത് യേശുദാസ് പാടിയതാണോ? അല്ല. അപ്പൊ പിന്നെ കോപ്പിറൈറ്റിന് വേണ്ടിട്ട് ആരും വരില്ല. ചിത്ര ചേച്ചി പാടിയതാണ് ആ പാട്ട്. ഓ, അതുകൊണ്ട് ആരും കാപ്പി ചായ അന്വേഷിച്ച് വരൂല. അപ്പൊ ചിത്ര വരൂല്ലേ? ചിത്ര എന്ന് പറയാൻ ചിത്ര ചേച്ചിയെ പണ്ടേ ഞാന് പാട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ചിത്ര ചേച്ചി വരില്ല. അമ്മയുടെ ട്രെയിനിങ്ങിനെന്തോ പോയിരുന്നില്ലേ? പരിചയപ്പെട്ടിട്ടുണ്ടോ? അവിടെ വെച്ച് ആരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്? അവിടെ വെച്ച് സുചിത്ര ചേച്ചി അറിയാം, ബിന്ദുജ ചേച്ചി അറിയാം, മധുസാറിനെ അറിയാം, രാഘവ് സാറിനെ അറിയാം. പിന്നെ വേറെ പിന്നെ അദ്ദേഹം മരിച്ചുവല്ലോ. പിന്നെ കൈലാസ്നാഥ്. പിന്നെ ശരണ്യ, മറ്റേ ചെറിയ കുട്ടിയായിരുന്നില്ലേ ശരണ്യ? കുഞ്ഞു മോളായിരുന്നേ. ഏത് ശരണ്യ എന്ന് മനസ്സിലായോ? മനസ്സിലായി. അനിയത്തിപ്രാവിലുണ്ടായിരുന്നു, പിന്നെ കുറെ ഫിലിംസിലുണ്ടായിരുന്നു. അനിയത്തിപ്രാവിലുണ്ടായിരുന്ന ശരണ്യ. അതെ അതെ. അന്ന് അവളൊരു കുഞ്ഞു പാവാടക്കാരിയായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. പുള്ളിക്കാരി ഇപ്പൊ വലുതായി. പുള്ളിക്കാരി ഹസ്ബൻഡും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണല്ലോ. പിന്നെ മക്കളും ഉണ്ട്, ചെറിയ മക്കളും. ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. അല്ല, ക്ലാസ് എടുത്ത ആരൊക്കെയാണ്? എന്തൊക്കെയായിരുന്നു? എങ്ങനെയാ അവിടുത്തെ പരിപാടി? അവിടുത്തെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മടിയൻ മലൊരുക്കോ എന്ന് പറയില്ലേ, അത് തന്നെയാണിത്. അങ്ങനെയല്ല.
ആദ്യം തന്നെ നമ്മൾ എണീക്കണം. എണീച്ച് പല്ലൊക്കെ തേക്കണം. നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാവും. അഭിനയ കലയല്ലേ പഠിപ്പിക്കുന്നത് അവിടെ? ഭക്ഷണത്തിലാണോ? ആദ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം, പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം നാം തന്നെ അതെ ചുമ്മാ പിന്നെ നമ്മൾ യോഗയിലേക്ക് കടക്കും. ആരാ ക്ലാസ് എടുത്ത അവിടുത്തെ വേറെ പ്രത്യേകിച്ച് നിത്യ ചൈതന്യ യതിയാണ് യോഗ ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ ഇതുപോലെ ഉറങ്ങുമായിരുന്ന ഇന്നത്തെ പോലെ? ശരി. സത്യം ലക്ഷ്മി, ഈ സത്യം. സൂര്യ നമസ്കാര സമയത്ത് സൂര്യനെ ശരിക്കും നമസ്കരിക്കും. പലരും യോഗക്കിടയിൽ ഇതുപോലെ കോട്ടുമായിട്ടുകൊണ്ട് ശവാസനമാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ? എല്ലാവർക്കും ഗുരു അത് പറഞ്ഞു. ഗുരു നിത്യചൈതന്യ എഴുതി അത് പറഞ്ഞു. ശവാസനമാണ്. അങ്ങനെ പറഞ്ഞിരുന്നല്ലേ? ശവാസനം നിങ്ങൾ ഇൻഹേൽ ഡീപ്ലി എന്ന് പറയും, എക്സേൽ സ്ലോലി എന്ന് പറയും. എന്നിട്ട് കച്ച 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 അങ്ങനെ ശ്വാസം വിടരുത്. പകരം നമ്മൾ ഇൻഹേൽ ഡീപ്ലി കച്ച 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 അതല്ല. അതായത് ഇൻഹേൽ ഡീപ്ലി, എക്സേൽ സ്ലോലി. ഇൻഹേൽ ഡീപ്ലി. ഇങ്ങനെ വലിച്ച ശ്വാസം മുട്ടി നിന്നു പോവല്ലോ. ഇതാണ് ഓരോരുത്തരുടെയും തോന്നല്. അതേസമയം കണ്ണനെ അങ്ങനെയൊന്നും തളർത്താൻ ആർക്കും സാധിക്കില്ല. അപ്പൊ ആദ്യം ക്ലാസ് എടുക്കുന്നത് ആരാണ്? മധുസാറാ? അല്ല, മധുസാർ ഇതെല്ലാം കണ്ട് വെറ്റയൊക്കെ എടുത്ത് കൈലാസ സാറിന്റെ ബാങ്കിൽ നിന്ന് ഒരു വെറ്റ എടുക്കും. വെറ്റില എടുത്ത് തടവി തടവി ഇങ്ങനെ ഇരിക്കും. ഒരു വെറ്റില എടുത്ത് വെച്ചതിന് ശേഷം എന്തോടോ അവൻ ശരിയാവൂ എന്ന് ചോദിക്കും. അപ്പോഴുണ്ട് നമ്മുടെ സുരേഷ് ഗോപി അങ്ങോട്ട് വരുന്നു. സുരേഷ് ഗോപി സാറ് ഉണ്ട്, വന്നിരുന്നു. ഞാൻ പറഞ്ഞില്ല അല്ലേ കഥ? അമ്മയ്ക്ക് ആ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ക്ഷമിക്കണം കേട്ടോ. ഇപ്പൊ പറഞ്ഞേക്കാം. സുരേഷ് ഗോപി സാറ് വന്നിരുന്നു. പക്ഷെ മധുസാറിന് എന്ത് റെസ്പെക്ട് എന്നറിയോ സുരേഷ് ഗോപി സാറിന്? അപ്പോ അന്നൊരു ഇൻസിഡന്റ് ഉണ്ടായത് ഞാൻ ഇപ്പൊ ഓർക്കുന്നു. ഇൻസിഡന്റ് സംഭവപരമായ ഒരു സംഗതി ഉണ്ടായത് ഞാൻ ഇപ്പൊ ഓർക്കുന്നു. അതായത് മധുസാറ് വെറ്റ മുറുക്കിക്കൊണ്ടിരുന്നിട്ട് സുരേഷ് ഗോപി സാറിൻ്റെ അടുത്ത് പറയാണ്, എടോ താൻ കേശവദാസ് വരുമ്പോ കോട്ട കണ്ടിട്ടുണ്ടോ എന്നെ ചൂണ്ടിക്കാട്ടി. ഞാനിങ്ങനെ മന്ത്രിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മന്ത്രിയായിരുന്നു. അപ്പോ രാജാവ് മുകളിലുണ്ട്. സ്റ്റേജിന്റെ മുകളിൽ രാജാവ് ഇരിക്കുന്നു. ഞങ്ങളുടെ നാടകം കാണാൻ സുരേഷ് ഗോപി സാറ് വന്ന ദിവസം. അപ്പൊ മധുസാറ് ചോദിക്കുകയാണ്, അത് ദൂരദർശനിലല്ലേ ഉണ്ടായിരുന്ന ടെലികാസ്റ്റ്? ദൂരദർശനിൽ കുട്ടികളുടെ ശരണ്യൊക്കെ ഉണ്ടായിരുന്നല്ലേ അഭിനയിച്ചിട്ടുണ്ട്? അതറിയാം, ഞാൻ കണ്ട ഓർമ്മയുണ്ട്. കുട്ടികളുടെ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി അമ്മ അവതരിപ്പിച്ച അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് 98 അമ്മ. അന്ന് ഇന്നസെന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നസെന്റ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത് എവിടെയാണ് നമ്മുടെ സുരേഷ് ഗോപി സാറ് വന്നു. കോട്ട കണ്ടോന്ന്? കേശവദാസ കോട്ട കണ്ടോന്ന് ചോദിച്ചു. നിന്നെ ചൂണ്ടി, എന്നെ ചൂണ്ടിക്കൊണ്ട്. അതായത് എന്റെ ഇരിപ്പ് കണ്ടപ്പോ, മന്ത്രിയുടെ ഇരിപ്പ് കണ്ടപ്പോ സുരേഷ് ഗോപി സാറിനോട് മധുസാറ് പറഞ്ഞതാണ് ആ വാക്കുകൾ.
കേശവദാസനും കോട്ട കണ്ടിട്ടുണ്ടോന്ന്? കോട്ട കണ്ടി. അച്ഛൻ അത് പിടികിട്ടി, അമ്മയ്ക്ക് പിടികിട്ടിയോ? ഓ നീമാരി ഒന്ന് തൃശങ്ക് പോലെ ഇരുന്നു, അതുകൊണ്ട് പറഞ്ഞതായിരിക്കും. ത്രിശങ്ക് ഞാൻ 3 ശങ്കാണ്. ത്രിശങ്ക് സ്വർഗം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഓ ഉണ്ട്. അതല്ലേ അമ്മ പറയാൻ ഉദ്ദേശിച്ചത്? ശരിക്കും തൃശങ്ക് സ്വർഗത്തിലിരിക്കും പോലെ ഒന്നും അറിയാതെ. ഒന്നുമേ അറിയാത്ത പാവത്തിനെ പോലെ. ആയിക്കോട്ടെ, കഥ അത് കഴിഞ്ഞ അത് കഴിഞ്ഞ് സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാ, അപ്പൊ എനിക്കങ്ങ് നാണം വന്ന് നിന്നെ കളിയാക്കിയാണ്. എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? ചമ്മിപ്പോയി അഭിനയം മോശമായോ? ചമ്മി ചൂക്കിപ്പോയി. നിന്റെ അഭിനയം മോശമായിരുന്നു എന്നുള്ളത് നിനക്ക് തോന്നി, ബോധ്യപ്പെട്ടു. എന്നിട്ട് എങ്ങനെ അത് കഴിഞ്ഞ്? അത് പിന്നെ ഞാൻ മാനേജ് ചെയ്ത്, ഞാനങ്ങ് ഇരുന്നു. ഇങ്ങനെ പ്രൗഢഗംഭീരനായ മന്ത്രിയെ പോലെ ഞാനങ്ങ് ഇരുന്നു. നീ അവിടത്തെ അമ്മയുടെ ട്രെയിനിങ്ങിന് പോയപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കാര്യങ്ങള്? അത് തന്നെ ഞാൻ പറയുന്നത്. അതായത് അവിടെ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ നമ്മൾ എണീക്കണം, എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ആദ്യം യോഗ ക്ലാസ്, പിന്നെ ബിന്ദുജ മേനോന്റെ ഡാൻസ് ക്ലാസ്. യഥോ ഹസ്ത തഥോ മിഴി. അമ്മയുടെ സ്റ്റുഡന്റ് അല്ലേ? അമ്മയുടെ സ്റ്റുഡന്റ് ആയിരുന്ന ബിന്ദുജ മേനോൻ. ആ ചേച്ചി ബിന്ദുജ ചേച്ചി ഫിലിം സ്റ്റാർ. യഥോ ഹസ്ത അതേ ഉള്ളു, അല്ല കണ്ണും മുഖം. തഥോ മിഴി, തഥോ മിഴി, തഥോ ഭാവ. അതങ്ങനെ നാണക്കെടുത്തത്. അതെ അതെ. പക്ഷെ കണ്ണിമയൊക്കെ ഇട്ടു. എങ്ങനെയാണ്? കഥകളിയാണോ കളിപ്പിച്ചത്? ഡാൻസ് ആയിരുന്നു. ഭരതനാട്യം. ഇതാണ് ഭരതനാട്യം. ഭരതനാട്യം ഇങ്ങനെയാണ്. ഇങ്ങനെയും ഭരതനാട്യത്തിലൂടെ കഥകളിയിലേക്ക് ഒരു വഴിയുണ്ട്. നമുക്ക് ആ ഊട് വഴി കൂടെ നമ്മുടെ വീട്ടിൽ പോവാം. ലക്ഷ്മി, മനസ്സിലായില്ലേ? ഓ മനസ്സിലായി മനസ്സിലായി. അതുപോലെയാണ് സംഗതി. ഡാൻസ് കഴിഞ്ഞു. ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളം തന്നെ യോഗയാണ്. ആദ്യ യോഗയല്ലേ? ഭക്ഷണം എപ്പോഴായിരുന്നു കറക്റ്റ് ആയിട്ട്? ഭക്ഷണം പ്രഭാതത്തിൽ ഏത് സമയം? 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. എന്തൊക്കെ തരും? 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ഫുഡായിരുന്നോ? നല്ല രസ്യൻ ചൂട് നെയ്ദോശയും ചമ്മന്തിയും. അതായിരുന്നു മെയിൻ അട്രാക്ഷൻ. ഉച്ചയ്ക്ക് ഉച്ചയൂണ്. നല്ല ഊണ്, നല്ല ശുദ്ധമായ ഉച്ചയൂണ്. അതായത് ഇല ഉണ്ടല്ലോ, വാഴയില. സദ്യ തന്നെ. സദ്യ വാഴയില സദ്യ. സദ്യ തന്നെ അല്ലേ? അത് തന്നെ. ക്ലാസ്സൊക്കെ ആരൊക്കെ എടുക്കും? ഏതെല്ലാം വിഷയങ്ങള്? അഭിനയത്തിന്റെ ക്ലാസ്. അഭിനയം പറയും. ആദം അയ്യൂബ് സാറും കൈലാസ്നാഥ് സാറും കൂടിയാണ്. മനസ്സിലായില്ല? ആദം അയ്യൂബ് സാറും കൈലാസ്നാഥ് സാറും കൂടി. കൈലാസ് സാർ കേട്ടിട്ടുണ്ട്. ആദം അയ്യൂബ് സാറും ക്ലാസ് എടുക്കുന്നത്. ഇവർ രണ്ടുപേരെ ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പോ രാഘവ സാറ്, കലാഭവൻ സാറ്, കലാഭവൻ മണി സാറ് വന്ന് ക്ലാസ് എടുത്തത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ കാണിക്കട്ടെ. അദ്ദേഹം ആനയെ കാണിച്ചതാണ്. അതൊന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. എങ്ങനെയാണ് ആനയെ കാണിച്ചത്? പുറം തിരിഞ്ഞു നിന്നിട്ട് എന്തോ സംതിങ്. അപ്പൊ എലി എന്ന് പറയുമ്പോ എലി ഇതൊരു ഫിലിമിലും കാണിച്ചിട്ടുണ്ട്, സമ്മർ ഇൻ ബത്ലഹേമില്. അതില് കാണിച്ചിട്ടുണ്ട് പുള്ളി. സെയിം ഇത് അവിടെ കാണിച്ചു. എന്റെ ഗണപതി ഭഗവാനെ, എലി പ്രാർത്ഥിക്കുകയാണ്. അതാണ് അദ്ദേഹം കാണിച്ചത്. എന്റെ ഗണപതി ഭഗവാനെ,
അന്ന് നീ എല്ലാം കാരണം ഗണപതിയായിട്ടുണ്ട് അതല്ല അത് ശരി. അതായത് സമരം പറ്റില്ല ആ മൂവിയിൽ ആ പുള്ളി കാണിച്ചിട്ടുണ്ട് സെയിം തിങ്. അടിയനെ കാത്ത് രക്ഷിക്കണമേ. ഭക്ഷണം കഴിക്കാനുള്ള ബ്രേക്കാണ്. കണ്ണാ എപ്പോഴും ബ്രേക്കാണ്. ആ പാത്രം മുറി കൊണ്ടുവയ്ക്കാം, നീ കൊണ്ടുവയ്ക്കോ. എന്നും ബ്രേക്കാണ് ലക്ഷ്മി. നമുക്ക് എടുക്കൂ ഒരു കിറ്റ്കാറ്റ് ബ്രേക്ക്. 5 സ്റ്റാറിന്റെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഡു നത്തിങ്, ഈറ്റ് 5 സ്റ്റാർ. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഭക്ഷണത്തിന്റെ